27-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാത്തിരിപ്പിന് അവസാനമാകുന്നു. അപ്പോൾ 2000 രൂപ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള 3ാമത്തെ മാസത്തെ വിതരണമാണ് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. ജനുവരി മാസത്തെ പെൻഷൻ ഈ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച ദിവസം വിതരണം ആരംഭിക്കും എന്ന് DBT സെല്ലിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഓഫീസിൽ വിളിച്ചപ്പോഴാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 27-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം ക്രെഡിറ്റ് ആകും. 26.46 ലക്ഷത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക. കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2-3 ദിവസത്തെ താമസം ഉണ്ടാകും. എന്തായാലും അടുത്ത മാസം 5-ന് മുമ്പ് എല്ലാ ആളുകൾക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക. നമുക്കറിയാം, ശനി അതുപോലെ തന്നെ ഞായർ റിപ്പബ്ലിക് ദിന അവധി, അതിനുശേഷം 27-ാം തീയതി ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കുണ്ട്. എങ്കിലും DBT സെല്ല് വഴി ഈ ഒരു വിതരണം നടക്കുകയാണ് എങ്കിൽ അന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താനുള്ള സാധ്യതയുണ്ട്. 2000 രൂപ വീതം ചൊവ്വാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. കയ്യിൽ വിതരണവും വലിയ താമസമില്ലാതെ തന്നെ ആരംഭിക്കും. 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഫെബ്രുവരി 1 മുതൽ 20 വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുള്ളത്. തീയതിക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. 27-ാം തീയതി ചൊവ്വാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട്, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയായിട്ട് കയ്യിലും വിതരണം ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ, അതായത് 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതിനു മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് നൽകാത്തവർ മാത്രമാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവർക്ക് ജൂൺ 30-ന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ മാരേജ് സർട്ടിഫിക്കറ്റും അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ചൊവ്വാഴ്ച 27-ാം തീയതി മുതൽ ഈ മാസത്തെ ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് വിതരണം ചെയ്തു, കൂട്ടിയിട്ടില്ല. 1600 മാത്രമാണ് അവർക്കുള്ളത്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിലുള്ള വിതരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏകദേശം 10,000-നടുത്ത ആളുകൾക്കാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തത്. 18 മുതൽ 30 വയസ്സിനും ഇടയിലുള്ള വാർഷിക വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഡിഗ്രി, ഡിപ്ലോമ, ITI കോഴ്സുകളെല്ലാം കഴിഞ്ഞ് നൈപുണ്യ പരിശീലനത്തിലോ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്കാണ് ജോലി കിട്ടുന്നത് വരെ ഈ ഒരു സഹായം ലഭിക്കുക. ജോലി കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ ജോലി കിട്ടുകയാണ് എങ്കിൽ അവർ ജോലി കിട്ടുന്ന സമയത്ത് ഇത് അവസാനിക്കും. ഇനി അതല്ല, ഒരു വർഷത്തേക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുക. 1 വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് ഈ ഒരു തുക ലഭിക്കുകയില്ല. 12 മാസം മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുക. അപ്പോൾ അതിൻ്റെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും എന്നാണ് വിവരം. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൂരേക്കും.